പി ജെയിംസ്, ഈ റഷ്യയിലെ ഈ അലക്സി നവൽനിയുടെ മരണം പുട്ടിന് വലിയ തലവേദനയാകുന്നതാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഈ നവൽനിയുടെ ഭാര്യ തന്നെ ഒരു വീഡിയോ സന്ദേശത്തിലൂടെ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതാണ് എന്ന് തന്നെയാണ്. മാത്രമല്ല, 2 ആഴ്ച കൊണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കയറ്റിവിട്ടിരിക്കുന്ന വിഷം അതിൻ്റെ എല്ലാ സ്വാധീനവും മാറ്റിയിട്ട് ബോഡി വിട്ടുകൊടുക്കാനുള്ള നീക്കമാണ് എന്നുകൂടി ആരോപണം ഉയരുന്നൊരു വേളയിൽ പി ജെയിംസ് അതിനെക്കുറിച്ച് എന്ത് പറയും? SKN, റഷ്യയുടെ മുൻ പ്രതിപക്ഷ നേതാവ് അലക്സി നവൽനി റഷ്യയുടെ കണ്ണീര് മാത്രമല്ല, പുട്ടിന് വലിയ തലവേദനയാവുന്ന തരത്തിലേക്ക് മാറുന്നു. ഒരുപക്ഷെ ജീവിച്ചിരിക്കുന്ന നവൽനിയേക്കാൾ ശക്തനാണ് മരിച്ചുപോയ നവൽനി എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. റഷ്യയിൽ മാത്രമല്ല, ലോകമെമ്പാടും നവൽനിക്ക് വേണ്ടി പൂക്കളർപ്പിക്കുന്നു. അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട്, ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ജനങ്ങൾ രംഗത്ത് വരുന്നു. ഇത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനെ വല്ലാതെ അലട്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഭൗതിക ശരീരം പോലും വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നില്ല. അദ്ദേഹത്തെ വിഷം കുത്തിവെച്ച് കൊലപ്പെടുത്തി എന്ന രീതിയിലാണ് ഭാര്യ യൂലിയ നവൽനിയ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. താൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് യൂലിയ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതുവരെ ഭർത്താവിൻ്റെ തണലിൽ ഇതിലൊക്കെ മാറി നിൽക്കുകയായിരുന്നു 2 കുട്ടികളെ നോക്കിക്കൊണ്ട്. പക്ഷെ അവർ ഇത് രംഗത്ത് വന്നിരിക്കുന്നു. ഒരുപക്ഷെ അവർ അത്രയും അടുപ്പമായിരുന്നു ഈ യൂലിയയും നവൽനിയും തമ്മിൽ. എന്തായാലും അദ്ദേഹത്തിൻ്റെ അമ്മയോട് പറഞ്ഞിരിക്കുന്നത് 2 ആഴ്ച കഴിഞ്ഞ് ഭൗതിക ശരീരം വിട്ടുകൊടുക്കൂ. അപ്പം അതിനുള്ളിൽ ഈ നോവിച്ചോക്ക് എന്ന നെർവ് ഏജൻറ്റ് നേരത്തെ കുത്തിവെച്ചിരുന്ന അദ്ദേഹം ജർമ്മനിയിൽ 5 മാസം ചികിത്സ നടത്തിയാണ് അതിന് രക്ഷപ്പെട്ടത്. വീണ്ടും നോവിച്ചോക്ക് വിഷം കുത്തിവെച്ചിട്ടുണ്ടാവും. അതിൻ്റെ ട്രേസസ് കളയാൻ വേണ്ടിയാണ് ഈ ഭൗതിക ശരീരം ആരെയും കാണിക്കാത്തതും വിട്ടുകൊടുക്കാത്തതും എന്ന് യൂലിയ ആരോപിച്ചിട്ടുണ്ട്. എന്തായാലും റഷ്യക്കെതിരെ ഉപരോധം കൊണ്ടുവരാൻ യൂറോപ്പും അമേരിക്കയും തീരുമാനിച്ചിട്ടുണ്ട്. നവൽനിയെ കൊലപ്പെടുത്തിയതാണ് പുട്ടിൻ എന്ന് വളരെ പരസ്യമായിട്ട് തന്നെ യൂലിയ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. പുട്ടിനെ സംബന്ധിച്ചിടത്തോളം മാർച്ച് 17 ഇലക്ഷനാണ്. സ്വാഭാവികമായും അവരെയൊക്കെ ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് പുട്ടിനെ സംബന്ധിച്ചിടത്തോളം ഏകാധിപതി ആയിട്ട് മാറിയിട്ടുള്ള പുട്ടിൻ ആരെയും പ്രതിപക്ഷത്ത് നിന്ന് മത്സരിക്കാൻ അനുവദിച്ചിട്ടില്ല. ഏറ്റവും അവസാനം തയ്യാറായ ബോറിസ് നടേഷൻ എന്ന പ്രതിപക്ഷ നേതാവിനെ കൂടി ഇലക്ഷൻ കമ്മീഷൻ വഴി നിരായുധനാക്കി, അയോഗ്യനാക്കി. ഇനി മാർച്ച് 17 തെരഞ്ഞെടുപ്പിൽ പുട്ടിൻ മാത്രമേ മത്സരിക്കാനുള്ളൂ. പക്ഷേ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നവരുടെ എണ്ണം കുറഞ്ഞാൽ അത് പുട്ടിനെതിരെയുള്ള വികാരമാവുമോ എന്നുള്ള പേടി കൊണ്ടാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ചുള്ള വാർത്തകളൊന്നും റഷ്യൻ ടി വിയിൽ കൊടുക്കുന്നില്ല. 28 സെക്കൻഡാണ് അലക്സി നവൽനിയെ പോലെ കോടിക്കണക്കിന് അനുയായികളുള്ള പ്രതിപക്ഷ നേതാവ് മരിച്ചിട്ട് റഷ്യൻ ടി വിയിൽ കൊടുത്തത്. അവിടുത്തെ ടി വികൾ മുഴുവൻ പുട്ടിൻ്റെ കൺട്രോളിലാണ്. SKN, ജെയിംസ്, മറ്റൊരു കാര്യം, ഈ റഷ്യ പിടിച്ചടക്കിയ കിഴക്കൻ യുക്രൈനിൽ കീഴടങ്ങിയ സൈനികരെ വധിച്ചു എന്ന രീതിയിലൊരു വാർത്ത വരുന്നു. ആരാണ് ഇതിൻ്റെ പിന്നിൽ? യുദ്ധക്കുറ്റം ആരോപിച്ചാണ് ഈ വധിച്ചത് എന്ന് പറയുന്നെങ്കിലും ആരാണ് ഇത് ചെയ്തു വെച്ചത്? SKN, റഷ്യ കഴിഞ്ഞ ദിവസമാണ് പിടിച്ചടക്കിയത് ഔദീവ്ക എന്ന കിഴക്കൻ ഉക്രൈൻ നഗരം. കഴിഞ്ഞ മാസങ്ങളായിട്ട് ഫൈറ്റ് നടക്കുകയായിരുന്നു. ഉക്രൈൻ സേനയും റഷ്യൻ സേനയും തമ്മിൽ. ഉക്രൈൻ സേന വിട്ടുകൊടുക്കാതെ നിൽക്കുകയായിരുന്നു. പക്ഷേ അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നൊക്കെ ആയുധങ്ങൾ വരാൻ വൈകിയതുകൊണ്ട് ആയുധം തീർന്നു പോയി. അവസാനം അവർക്ക് പിന്മാറേണ്ട അവസ്ഥ വന്നു. അതിൽ ഉക്രൈൻ സൈന്യത്തിലെ കുറേ സൈനികർ കീഴടങ്ങേണ്ടി വന്നു. പിന്മാറാൻ പറ്റാത്തതിനൊരു കാരണമുണ്ട്. SKN, അവരുടെ തലപ്പത്ത് വന്നിരിക്കുന്ന പുതിയ തലവൻ ഒലക്സാണ്ടർ സിറിസ്ക എന്ന് പറയുന്ന സൈനിക തലവൻ അവരെ പിൻവാങ്ങാൻ അനുവദിച്ചില്ല. ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറഞ്ഞു. പക്ഷേ റഷ്യൻ സേന വളഞ്ഞിരുന്നു. അവസാനം നിങ്ങൾ പിന്മാറിക്കൊള്ളൂ എന്ന് പറയുന്ന സമയത്ത് റഷ്യൻ സേന മൊത്തമായിട്ട് അവരെ വളഞ്ഞിരുന്നു. ഒരുപാട് പേർ പിടിയിലായി. യുദ്ധ കുറ്റവാളികൾ എന്ന രീതിയിലാണ് പിടികൂടിയിട്ട് പ്രിസണേഴ്സ് ഓഫ് വാർ എന്ന് പറഞ്ഞെങ്കിലും അവരെ വെടിവെച്ച് കൊലപ്പെടുത്തി എന്ന വാർത്തകളാണ് വരുന്നത്. അവരുടെ ബന്ധുക്കളെ കൊലപ്പെടുത്തിയതിനെതിരെ ഉക്രൈൻ സേന വല്ലാത്ത രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട്. ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം ഹാർഡ് ടൈംസ് ആണ്. SKN, ഫെബ്രുവരി 20 4 ദിവസം കൂടി കഴിഞ്ഞാൽ ഉക്രൈൻ യുദ്ധം 2 വർഷം തികയുകയാണ്. ഒരുപക്ഷെ 3 ദിവസം കൊണ്ട് 4 ദിവസം കൊണ്ട് റഷ്യ എന്ന മൈറ്റി എംപയർ പരാജയപ്പെടുത്തുന്നു പറഞ്ഞ ആ സ്ഥലത്ത് അവിടുത്തെ ജനങ്ങളും സൈന്യവും ഏറ്റുമുട്ടി നിന്ന് 2 വർഷം പിന്നിടുന്നു. ആ സമയത്താണ് ഇപ്പോൾ ഉക്രൈനിലെ 9 മാസത്തിന് ശേഷമാണ് ഒരു നഗരം വീട് പോകുന്നത്. SKN, എന്തായാലും ഉക്രൈൻ സേനയെ സംബന്ധിച്ചിടത്തോളം ഇത് നിർണായകമാണ്. അമേരിക്കയോടും അതുപോലെ തന്നെ യൂറോപ്പിനോടും സഹായം ആവശ്യപ്പെടുന്നുണ്ട്. സെലൻസ്കി വല്ലാത്ത നിരാശ പ്രകടിപ്പിക്കുന്നുണ്ട്. ഉക്രൈനിലും തെരഞ്ഞെടുപ്പ് വരികയാണ്. സെലൻസ്കിയുടെ ജനപ്രീതി കുറഞ്ഞു തുടങ്ങി. എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയില്ല. SKN, സജി മാങ്കോട് ഒരു യൂട്യൂബ് സന്ദേശം, പി അണ്ണൻ്റെ തള്ളിൻ്റെ ഫ്ലോ കളയാനാണോ ഇടയിൽ കയറി SKN ഇടവേള പറയുന്നത് കേട്ടോ? ഇത് ശരിയല്ല.